വെൽക്കം ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റൈസ് ഹൽവയാണ്. വറുത്ത അരിപ്പൊടി വെച്ചാണ് ഞാൻ ഇന്ന് ഈ ഹൽവ തയ്യാറാക്കുന്നത്. തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ ഞാനൊരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ശർക്കര ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. നൂൽപ്പരുക ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് മിക്സ് ആയാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണിത്. ഇടിയപ്പം എല്ലാം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണിത്. ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്ട്രൈനർ വയ്ക്കുക. അതിലൂടെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ ഇളക്കി ഒട്ടും കട്ടയില്ലാതെ ഇത് യോജിപ്പിച്ചെടുക്കുക. ചൂടോടെ തന്നെയാണ് ഞാൻ ആ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എക്സ്ട്രാ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടാറിയിട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ്നെസ് ഹൽവയ്ക്ക് കിട്ടില്ല. കുറച്ചായിട്ടാണ് ഞാനിവിടെ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കുക. വീണ്ടും അടുത്ത ബാച്ച് ഒഴിക്കുക. അങ്ങനെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒട്ടും കട്ടയില്ലാതെ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ സമയം ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു പാൻ ഇതുപോലെ വയ്ക്കുക. ഇനി അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു തേങ്ങയുടെ പകുതി പോർഷൻ എടുത്ത് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാലാണിത്. ഒരു മുഴുവൻ തേങ്ങയില്ല, പകുതി ഭാഗം മാത്രം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്കായുടെ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ടത്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടോ, കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇതിട്ടിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കുന്ന പ്രശ്നമില്ല. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഓരോരുത്തർക്ക് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് നെയ്യുടെ അളവ്. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത് തയ്യാറായി വരുന്നുണ്ട്. ആ സമയം ലേശം കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ പാൻ ഇതുപോലെ വയ്ക്കുക. ചൂടായി കഴിഞ്ഞാൽ ലേശം കാഷ്യൂനട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഓരോരുത്തരും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ചെയ്തെടുത്ത കാഷ്യൂനട്ട് നമുക്ക് ഹൽവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ നിന്നെല്ലാം വിട്ടു പോരുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ ഹൽവ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഒട്ടും തന്നെ അടിയിൽ പിടിക്കാത്തത് കൊണ്ട് അധികം ഗീ ഒന്നും യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊരു നെയ്യ് തടവിയ പാത്രത്തിലോട്ട് മാറ്റാം.
ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ഹൽവ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം മാത്രം നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹൽവ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.